എന്റെ പേര് രാജൻ, സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവിലാണ്. ഞാൻ ഗൾഫിൽ അബുദാബിയിലായിരുന്നു. ആദ്യം ഫസ്റ്റ് റാസകൈമ എത്തി, പിന്നെ അബുദാബിക്ക് അപ്പൊ തന്നെ അബുദാബി ലൈസൻസ് കിട്ടിയപ്പോൾ അബുദാബിയിൽ പോയി. അബുദാബിയിലായിരുന്നു ഞാൻ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ 27 വർഷം ഉണ്ടായിരുന്നു. ഞാനൊരു ഒരിക്കൽ പുട്ടിഷന്റെ അമ്മയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഒരു ജലദോഷം പനി പോലെ വന്നപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കാണാൻ പോയേക്കുമ്പോൾ അതിന്റെ മുമ്പ് തന്നെ എനിക്ക് യൂറിൻ പാസ് ചെയ്യണം, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുണ്ട്, തൊണ്ടയ്ക്ക് ഒരു ഉണങ്ങിയ മാതിരി വരാറുണ്ട്, ഇങ്ങനെ വെള്ളത്തിന് ദാഹം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ യൂറിൻ അത് കൂടാതെ എന്താ വെച്ചെങ്കിൽ എന്റെ ബാക്ക് സൈഡ്, അതായത് പെരടിയുടെ ബാക്ക് സൈഡിൽ ഇങ്ങനെ തരിതരിയ ഉണലുണ്ട്. അത് അരിമ്പാറ, ശരിക്കും പറയാൻ അരിമ്പാറ എന്ന് പറയാം, അതേപോലത്തെ ഒരു ഉണലുകൾ. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ അത് ഡോക്ടർ കൂടി കാണിച്ചു കൊടുത്തു. അന്ന് പോയതല്ല, അതായത് ഡോക്ടർക്ക് പോയതല്ല, അപ്പൊ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇതൊന്ന് ആദ്യം പോയിട്ട് ഷുഗർ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഷുഗർ നോക്കി. ഷുഗർ നോക്കിയപ്പോഴാണ് അറിയണത് എനിക്ക് ഷുഗർ ഉള്ളത്. എന്നിട്ട് പിന്നെ അവിടുന്ന് എന്തുകൊണ്ടായിട്ട് ഡോക്ടർ എനിക്ക് ഗുളിക ഒരു പകുതി ഗുളി വെച്ച് സ്റ്റാർട്ട് ചെയ്തോന്ന് പറഞ്ഞിട്ട് പകുതി ഗുളിയാണ് എഴുതി തന്നത്. അങ്ങനെ ഗുളിക കഴിക്കുമ്പോൾ പകുതി കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ വർഷങ്ങൾ അങ്ങനെ പോയി നാട്ടിലതിനകത്ത് വന്നു, ലീവിന് വന്നു. നാട്ടിൽ നിന്നിട്ട് വേറൊരു ഡോക്ടറിനെ കാണിച്ചു. നാട്ടില് കാണിച്ചപ്പോൾ ഡോക്ടർ ഇതേമാതിരി പിന്നെ ആര ഗുളിയെന്നുള്ളത് മാറ്റി ഒരു ഗുളിയാക്കി. അതും കൊണ്ട് പോയി. അങ്ങനെ പോയി. അപ്പോഴൊന്നും എനിക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും കാര്യമായിട്ടൊന്നും തോന്നിയിരുന്നില്ല. അവിടുന്ന് കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇപ്പൊ ഏറെക്കുറെ ഈ കണ്ണിലേക്ക് ബാധിച്ചു എന്ന് പറഞ്ഞ ഒരു കണ്ണിലേക്ക് ബാധിക്കണ്ടായി ഷുഗർ എനിക്ക്. ഈ ലാസ്റ്റ് ഘട്ടത്തിൽ വെച്ചിട്ട് ഞാൻ റിസൈൻ ചെയ്ത് പോരാനുള്ള കാരണം അതാണ്. കാരണം നമ്മൾക്ക് സാധാരണത്തേക്കാൾ കൂടുതൽ ക്ഷീണം വരിക, അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് എങ്ങനെയാലും ഒന്ന് റൂമിൽ വന്ന് കിടന്ന ശേഷം ഉറങ്ങട്ടെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് കാല് കടച്ചില്, ജോയിന്റുകളൊക്കെ വേദനയാവുക, അങ്ങനെയൊക്കെയുള്ള പലതും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ണിലേക്ക് വന്നത് ശരിക്കും പറയുകയാണെന്ന് വെച്ചെങ്കിൽ 2014 കണ്ണിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. കണ്ണിൽ കാണാൻ തുടങ്ങി. അല്ലല്ല, ഇൻസുലിൻ അതിന്റെ മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4-5 വർഷത്തോളം അതിന്റെ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനുശേഷമാണ് കണ്ണിലേക്കൊക്കെ വന്നത്. ഷുഗർ എന്ന് പറയുന്ന അസുഖത്തെ വളരെ സിമ്പിൾ ആയിട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ഓരോരുത്തരും കാണുന്നത്. കാരണം അത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വേദനയോ കാര്യങ്ങളോ തുടക്കത്തിൽ ഉണ്ടാക്കുന്നില്ല. ഷുഗർ ഉണ്ട്, അത് കുറച്ച് കൂടുതലാണ്, ചെറുതായി വേരിയേഷൻ ഉണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു പോയിന്റ് ഇതാണ്, ഈ ഷുഗർ എന്ന് പറയുന്ന അസുഖം ഒരു സൈലന്റ് കില്ലറാണ്. അത് മെല്ലെ മെല്ലെയാണ് നമ്മുടെ ശരീരത്തെ മുഴുവനായിട്ട് എഫക്ട് ചെയ്യുന്നത്. അതാണ് രാജേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിലേക്ക് ബാധിച്ച കാര്യം പറയുന്നുണ്ട്. ഈ തുടക്കത്തിൽ ശ്രദ്ധിച്ചിട്ട് പോലും അത് കണ്ണിലേക്ക് ബാധിച്ചു എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കണ്ണിലേക്ക് ബാധിക്കും, അതുപോലെ തന്നെ ഞരമ്പിലേക്ക് ബാധിക്കും, കിഡ്നിയിലേക്ക് ബാധിക്കും. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് എപ്പോഴും 6 മാസം കൂടുമ്പോൾ കിഡ്നി ടെസ്റ്റ്, അതുപോലെ തന്നെ കണ്ണിന്റെ ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് മെഡിക്കലിൽ പറയുന്നത് റെറ്റിനോപ്പതി, ന്യൂറോപ്പതി, നെഫ്രോപ്പതി, നമ്മളെ ബ്ലഡ് വെസൽസിനൊക്കെ ഡാമേജ് സംഭവിക്കുന്നത്, കണ്ണിലേക്കുള്ള രക്തക്കൊഴലുകൾക്കൊക്കെ ബ്ലോക്ക്, അങ്ങനെയുള്ള സംഭവങ്ങൾ വരികയാണ്. അത് തന്നെ ആയിരിക്കും രാജേട്ടന് സംഭവിച്ചിട്ടുണ്ടാവുക. കണ്ണിലേക്ക് എഫക്ട് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എനിക്ക് അങ്ങനെ കണ്ണിന്ന് വെള്ളം വരുന്നത് കണ്ടപ്പോഴാണ് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞത് കണ്ണിന് ഞരമ്പിലും ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ടാണ് ഇഞ്ചക്ഷൻ എടുത്തത്. അങ്ങനെ കണ്ണിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ ആണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മളെ കണ്ണിന്റെ കൃഷ്ണമണി ഉണ്ടല്ലോ, കൃഷ്ണമണി കണ്ണിന്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പറഞ്ഞത് ഗൾഫിൽ നിന്നാണ്, ഇവിടെ നിന്നാണ്? ഗൾഫിന്ന് ഇതൊക്കെ ഗൾഫിന്നാണ്. അപ്പൊ ഇഞ്ചക്ഷൻ അവിടുന്ന് എടുത്തു, 3 എണ്ണം എടുത്തു. കാരണം അവിടുത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ 22 ദിവസം കഴിഞ്ഞാൽ അടുത്ത ഇഞ്ചക്ഷൻ. എന്നിട്ട് എവിടെയാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത്? ഇഞ്ചക്ഷൻ വെക്കുന്നത് കണ്ണില്, നേരെ കണ്ണില് കൃഷ്ണമണി, നമ്മളെ വെള്ളയും കറുപ്പും ജോയിന്റ് വരില്ലേ, റൗണ്ട്, അതിന്റെ എത്താണ് ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. ഷുഗർ ഉള്ള വ്യക്തികൾ, നിങ്ങൾ ഡോക്ടേഴ്സ് പറയുന്നത് അതുപോലെ നിങ്ങൾ കേൾക്കണം. കാരണം കണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട, എല്ലാ ഓർഗണും വിലപ്പെട്ടതാണ്, കണ്ണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച്. കണ്ണിന്റെ ഉള്ളിലേക്ക് ഒരു ഇഞ്ചക്ഷൻ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചിന്തിച്ചു നോക്കാം, അത്രമാത്രം ഷുഗർ അവിടെ കൂടിയിട്ടുണ്ടാവും. അപ്പൊ നിസ്സാരമായിട്ട് കാണരുത്. ഒരിക്കൽ കൂടെ പറയാണ്, ഷുഗറിന്റെ സിംറ്റംസ് ഉണ്ടോ, നിങ്ങൾ ഡോക്ടേഴ്സ് പറയുന്ന പോലെ ആ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം, മുടക്കരുത്. അങ്ങനെ അത് അവിടുന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് 3ാമത്തെ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കണ്ണിന് കുഴപ്പമൊന്നുമില്ല. വന്ന നീരെല്ലാം പോയി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഷുഗർ എപ്പോഴും കൺട്രോളിൽ കൊണ്ടുവരണമുണ്ടോ. ഷുഗർ കൺട്രോൾ ആയിട്ടൊക്കെ തന്റെ കണ്ണ് നഷ്ടപ്പെടുന്നു ഡോക്ടറിനോട് അവർ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഉള്ളിലൊരു ഭയം. കാരണം നമ്മളെ ജോലിയും കാര്യങ്ങളും നോക്കിയിട്ട് അവിടുന്ന് എങ്ങനെയായാലും എനിക്കത് കൺട്രോൾ ആയിട്ട് പോകാൻ പറ്റില്ല. ശ്രദ്ധിച്ചില്ല വെച്ചാൽ കണ്ണിലെ നമ്മളെ ഞരമ്പ് തളർന്ന് വീക്കായി വരുമ്പോ അതിലേക്ക് നീര് വന്നിട്ട് അത് വീർക്കും. അത് വീർത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടി കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഷുഗർ കൺട്രോൾ ചെയ്യാൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ ഡോക്ടർ തുറന്നു പറഞ്ഞു. ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് പോവാ, ഇത് മാത്രം, ഇതിന് വേറെ പ്രതിവിധി ഇല്ല. എന്നാൽ ഇഞ്ചക്ഷൻ ഒക്കെ കഴിഞ്ഞ സമയത്ത് ജോലിക്ക് എനിക്ക് പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം പറഞ്ഞത് സന്ധ്യ ആയി കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതിനെ നമുക്ക് ലൈറ്റ് അടിക്കുമ്പോൾ ഇതിലെ വരുന്ന വാഹനത്തിന്റെ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ഫ്രണ്ടിലേക്ക് കാണില്ല. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും ആ സമയത്ത് വന്നിരുന്നു. പിന്നെ എനിക്ക് ഇതൊക്കെ കൺട്രോൾ ആയപ്പോ പിന്നെ എനിക്ക് തോന്നി നിന്ന് ശരിയാവില്ല വെച്ചിട്ടാണ് ഞാൻ ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നിട്ട് ഒരു 5-6 മാസം ആയപ്പോ അങ്ങനെ കഴിഞ്ഞപ്പോ എനിക്കിങ്ങനെ വീണ്ടും വെള്ളത്തിന്റെ കണ്ണിലിങ്ങനെ വെള്ളം വരുന്ന പോലെയൊക്കെ തോന്നിയപ്പോ ഞാൻ വീണ്ടും ഇവിടെ പോയിട്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ ഒരു നല്ല ഡോക്ടറിനെയാണ് കണ്ടു. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോൾ പറഞ്ഞു തന്നെയാണ് അവിടെ ഗൾഫിലത്തെ ഡോക്ടർ എന്താ പറഞ്ഞു അതന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കി ഭാഗത്തിന് ഇഷ്ടം വരെ നമ്മളെല്ലാ ബാധിക്കുന്നത്. എന്തിനാ പറഞ്ഞ ഫാമിലി ലൈഫിന് വരെ തന്നെ നമുക്ക് പ്രോബ്ലം. ഡയബറ്റീസ് അത് ഏതൊരു ഡയബറ്റീസുള്ള ആളോട് ചോദിച്ചാലും അറിയാം. കാരണം ആരും ചിലപ്പോൾ പറയില്ല. പറഞ്ഞ അവരുടെ ലൈഫ് എന്തായാലും സക്സസ് ആവില്ല. അതിനും വേണം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാം. ട്രീറ്റ്മെന്റ് ചെയ്തെങ്കിൽ തന്നെ അത് നടക്കുള്ളൂ. അതിനൊക്കെ അങ്ങനെയുള്ള പ്രോബ്ലം എല്ലാം എനിക്ക് വന്നു.
അതിനെ പറയല. അതാണ് മെയിനായിട്ട് നാട്ടില് പിന്നെ ഞാൻ നാട്ടിൽ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ. പക്ഷെ അതിൽ നിന്നല്ല എനിക്കൊരു മാറ്റം വന്നത്. നമ്മളെ ഒരു കോഫി ഐ കോഫി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടു. നമ്മളൊരു ഫാമിലി ഫ്രണ്ട് എന്റെ വീടിന്റെ അടുത്തുള്ള തന്നെയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് ഐ കോഫി. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയത്. ആ പ്രൊഡക്റ്റ് കഴിക്കാൻ തുടങ്ങിയത്. അപ്പൊ കൂടെ ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, ആ സമയത്ത് ഇതൊക്കെ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു? കാരണം ഒരുപാട് വർഷം ട്രീറ്റ്മെന്റ് എടുത്ത ആളാണല്ലോ. എനിക്ക് വിശ്വാസിച്ചെങ്കിൽ നമ്മൾ അത്രയും അടുത്തൊരു ഫ്രണ്ടാണ്, അത് അടുത്ത വീട് കുടുംബപരമായിട്ടും എല്ലാം കൂടെ അടുത്ത ആളായതിന്റെ പേരില് അദ്ദേഹത്തിന്റെ വാക്കിനെ ഞാൻ വിശ്വസിച്ചു. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ അദ്ദേഹം എന്നോട് പറയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണ് ഞാൻ ആ പ്രൊഡക്റ്റ് കഴിക്കാൻ തുടങ്ങിയത്. കൂടെ വേറെ 2 പേരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവർ വന്നിട്ടാണ് ഈ പ്രൊഡക്റ്റ് എന്നെ കാണിച്ചതും ഞാൻ വാങ്ങിക്കുന്നതും കഴിക്കുന്നതും. ആ കഴിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്കിത് പറഞ്ഞത് നല്ല ഒരു 10-15 ദിവസം കഴിയുമ്പോഴേക്കും തന്നെ എനിക്ക് ഒരു പല വ്യത്യാസങ്ങളും, ശരീരത്തിന്റെ മാറ്റങ്ങൾ, നമ്മുടെ ശരീരത്തിന് മാറ്റം വരുമ്പോൾ നമുക്കറിയാലോ, എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ടുള്ള എനർജിയും കാര്യങ്ങളും വരിക. അതുപോലെ വെള്ളദാഹമൊക്കെ കുറഞ്ഞു തുടങ്ങി. അതുപോലെ മെയിനായിട്ട് രാത്രി നമ്മൾ കിടക്കുമ്പോൾ നമ്മളെ കാലിന് ഭയങ്കര കറച്ചിൽ വരും. അതിനൊക്കെ നല്ല മാറ്റം വന്നു. അതിന് നല്ല മാറ്റം വന്നു. അതിന് കൈയിന്റെ തരിപ്പിലും ഒക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെയുള്ള ശരീരത്തിലുള്ള എനർജികൾ വീണ്ടും വീണ്ടും പഴയ പടിയിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. നമ്മളെ പ്രൊഡക്റ്റ് കഴിക്കും തോറും എനിക്ക് വന്നുകൊണ്ട് മറ്റുള്ള എന്റെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ, അതിലാണ് എനിക്ക് ഈ പ്രൊഡക്റ്റിനോട് വിശ്വാസം കൂടുതൽ വന്നത്. അതിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ ഈ കണ്ണിന്റെ പ്രശ്നം അതിന്റെ ശേഷം കണ്ടിട്ടില്ല. മെയിൻ പ്രശ്നം എനിക്ക് ഷുഗറിന്റെ ലെവല് കുറഞ്ഞോ കൂടിയോ അതല്ല പ്രശ്നം. എന്റെ ഈ കണ്ണിന്റെ പ്രശ്നം അതിന്റെ ശേഷം കണ്ടിട്ടില്ല. എല്ലാ ആൾക്കാരും നോക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഷുഗർ ഉള്ള ആൾക്കാർ ആകെ പോയി നോക്കുന്നത് ഷുഗറിന്റെ അളവ് കൂടിയോ കുറഞ്ഞോ എന്നാണ്. അതൊക്കെ അതൊരു സ്കെയില് മാത്രമാണ്. പക്ഷേ നമുക്ക് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ശരിക്കും യഥാർത്ഥത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതാരും മൈൻഡ് ചെയ്യുന്നില്ല. ഈ വേദന, ദാമ്പത്യ പ്രശ്നങ്ങൾ, മുറിവുണങ്ങാത്തത്, ക്ഷീണം, ഉറക്കക്കുറവ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് രാജേട്ടൻ പ്രാധാന്യം കൊടുത്തത്. രാജേട്ടന് ശരിക്കും ശരീരത്തിൽ തന്നെ അതൊക്കെ എഫക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ ശരിക്കും അത് തിരിച്ചു കിട്ടുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് വന്നത് അല്ലേ? എനിക്ക് അങ്ങനെ വന്നത്. കാരണം ഞാൻ കൂടുതൽ നോക്കുന്നത് ഇപ്പൊ ഷുഗറിന്റെ അളവ് മാത്രമല്ല. കാരണം ഇപ്പൊ ഞാൻ ഇപ്പൊ ഡെയിലി എനിക്ക് വീട്ടിൽ ഇരുന്ന് നോക്കാം, സ്റ്റെപ്പ് ഉണ്ട്, അതുണ്ട്. പക്ഷെ ആദ്യം നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള മനസ്സിലായി. അപ്പൊ അതിന്റെ പേരിലാണ് എനിക്ക് ഇതാണ് എന്റെ കണ്ണിന്റെ പ്രശ്നങ്ങൾ എനിക്ക് ഇത് കഴിച്ചതിന് ശേഷം കണ്ടിട്ടില്ല. പിന്നീട് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇന്ന് വരെ ഇഞ്ചക്ഷൻ ഇപ്പൊ 2 വർഷം ആകുമ്പോൾ ഇന്ന് വരെ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. 2 വർഷമായിട്ട് നമ്മൾ ഐ കോഫി ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ കോഫി കണ്ടിന്യൂ ആയിട്ട് കഴിക്കുന്നുണ്ട്. ഇല്ല, അതിന്റെ ശേഷം ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. ഒന്ന്. രണ്ടാമത് ഇപ്പൊ 2 ശേഷം ഞാൻ കാലത്തും വൈകിട്ടും കാഫി കഴിച്ചിരുന്നു. ആ കാഫി കഴിക്കുന്നത് ഒരു നേരമാക്കി മാറ്റി. ഇൻസുലിൻ അളവ് എങ്ങനെയാണ് അന്ന് 120 ml ഇൻസുലിൻ എടുത്തിരുന്നത് ഇപ്പൊ വെറും 40ലേക്ക് എത്തി. 40. പക്ഷെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ടാബ്ലറ്റ്സ് കഴിച്ചിരുന്നു, അതും ഒഴിവാക്കി. ആ ടാബ്ലറ്റ് ഒന്നും കഴിക്കുന്നില്ല. എനർജി ലെവലൊക്കെ ശരിക്കും മാറ്റം വന്നു. എനർജി ലെവലൊക്കെ പഴയ ഇതിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു അസുഖമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസിനാണ് എന്ന് പറയുന്നത് ഡയബറ്റീസ് എന്ന് പറയുന്നത്. സോ ഡയബറ്റീസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഐ കോഫി എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. ഐ കോഫി എന്ന് പറഞ്ഞാൽ ഇൻഡസ് വിവ എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയുടെ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഐ കോഫി. ഇത് സാഷേ ആയിട്ടാണ് വരുന്നത്. രാവിലെയും വൈകുന്നേരം നമുക്ക് കഴിക്കാം. ഈ പ്രൊഡക്റ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച ഒരു ഉൽപ്പന്നമാണ്. കൂടാതെ എന്തുകൊണ്ട് ഇതിന്റെ എനർജി ലെവൽ എന്ന് പറയുകയാണെങ്കിൽ ഇതിലെ കണ്ടന്റ് കംപ്ലീറ്റ് ഹെർബൽ ആണ്. ഏകനായകത്തിന്റെ എക്സ്ട്രാക്ട്, അതുപോലെ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂർഗിലെ കോഫി ബീൻസ്, ഇങ്ങനെയുള്ള നല്ല ഐറ്റംസ് ആണ്. പിന്നെ കബികച്ചു അല്ലെങ്കിൽ നായക്കൊണ്ട പരിപ്പ്, ഇതൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ് ഹെർബൽ ആണ്. അതുകൊണ്ട് തന്നെയാണ് ശരീരത്തിൽ അതിന്റെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. കംപ്ലീറ്റ്ലി സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചതിന് ശേഷം വന്ന വലിയൊരു റിസൾട്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞാലും ഞാൻ അവസാനം ഇപ്പോൾ എല്ലാ പ്രോഗ്രാമിലും പറയുന്നത് പോലെ തന്നെ ഐ കോഫി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മാറിയ ഒരുപാട് ആളുകളുടെ കഥകളാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാറാൻ കാരണം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയന്റും ഇതിന്റെ പിന്നിലുള്ള സയൻസുമാണ്. സോ